ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 15, ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് കടന്നു വന്ന സുദിനം. 1947 ഓഗസ്റ്റ് 15-നാണ് 200 വർഷത്തോളം നീണ്ട ബ്രിട്ടീഷ് അടിമത്വത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ ആനി ബസന്റും, ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ കൂടി ഒഴുകുന്നത് വെള്ളമാണെന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദും തുടങ്ങി എത്ര മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയുള്ളതാണ് സ്വാതന്ത്ര്യദിനം. ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയം ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലോകം മുഴുവൻ അറിയിച്ചത്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് എന്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യരുത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ പലതായി മുറിഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ. ഇന്ന് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയപ്പോൾ കയ്യും മെയ്യും മറന്ന് സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ജനങ്ങളെയും സൈനികരെയും നമ്മൾ കണ്ടതാണ്. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിലായിരുന്നില്ല അവർ രാപ്പകലെന്നോ സ്ത്രീ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യത്വം നശിക്കാത്ത ഒരു സമൂഹത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. യുവ പൗരന്മാരെന്ന നിലയിൽ നാം ഒരുമിച്ച് നിൽക്കുകയും ജാതിമത ഭേദമന്യേ നമ്മുടെ സഹോദരങ്ങളെ ചേർത്തു നിർത്തുകയും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കുകയും ചെയ്യണം. ഓരോ സ്വാതന്ത്ര്യദിനവും നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. വ്യക്തികളുടെ പുരോഗതിയാണ് രാജ്യത്തിന്റെ പുരോഗതി. അതിന് നാം ഇനിയും പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി. ജയ് ഹിന്ദ്.